ഇനി മുതൽ 5 5-ൽ കൂടുതൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാരായി നമ്മൾ ചെറിയൊരു എമൗണ്ട് ബുക്കിങ്ങിന് വാങ്ങിക്കാൻ ചെറിയൊരു പൈസ മാത്രം. ചേച്ചി നമ്മുടെ മെയ് മാസത്തെ 4ാമത്തെ ലോഡ് അല്ലേ? 4ാമത്തെ ലോഡ്. ഓക്കെ, നിങ്ങൾക്ക് ഈ പോത്ത് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്കെല്ലാം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ ചേച്ചി? കൊടുക്കാനേ സാധിക്കില്ല. 4 അല്ല 10 ലോഡ് വന്നാലും നമുക്ക് ഇപ്പോഴത്തെ ഇതിൽ ബുക്കിങ്ങിൽ നമുക്ക് എല്ലാവർക്കും എത്തിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ബുക്കിങ്ങിനാണല്ലോ ഇതുവരെ നമ്മൾ പൈസയോ കാര്യങ്ങളോ ഒന്നും തന്നെ വാങ്ങിക്കുന്നില്ലല്ലോ. അത് എത്ര 1 ആയാലും 2 ആയാലും 3 ആയാലും എല്ലാം തന്നെ ഒന്നിനും വാങ്ങിക്കുന്നില്ല. പക്ഷെ ഇനി നമ്മൾ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 5 എണ്ണം പറഞ്ഞിട്ട് നമ്മളോട് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലോഡ് വരുന്നതിലേക്ക് അവരെ വിളിക്കുമ്പോൾ അവർ വരാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മുമ്പ് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കാതെ വരും. പിന്നെ ഇപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മൾ പുതിയ ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ പറയും ലോഡ് സ്ഥിരമാണെന്നുള്ള രീതിയിൽ പറയുകയും ചെയ്യണ കാരണം കൊണ്ട് പിന്നെ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കാനും പറ്റാതെ വരുന്നു. പിന്നെ ആ സമയത്ത് നമുക്ക് ഇവര് വരാതിരിക്കുമ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ 5 5-ൽ കൂടുതൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാരെ ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. മാക്സിമം ഒരു ലോഡിനകത്ത് ഇപ്പോൾ ഇന്ന് എത്ര കുട്ടികളുണ്ട്? ഇന്ന് 54. ഒരുമിച്ച് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് 10 20 എണ്ണം അങ്ങനെ കൊടുക്കാൻ കാണും? ഇല്ലേ, കൊടുക്കാം. 10 എണ്ണം ചോദിക്കുന്നവർക്ക് 5 എണ്ണം എങ്കിലേ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. രണ്ട് ലോഡായിട്ടൊക്കെ കൊടുക്കാം. ഒരുമിച്ച് നമുക്ക് മാക്സിമം 5 എണ്ണം കൊടുക്കാൻ പറ്റുള്ളൂ. ചേച്ചി അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഇത്രയും കുട്ടികൾ 54 കുട്ടികൾ ഇതെല്ലാം തന്നെ പല തൂക്കത്തിലുള്ളതല്ലേ? അതെ, നമുക്ക് ലോഡ് വരുമ്പോൾ എന്തായാലും ചെറിയ തൂക്കം തൊട്ട് വലിയ തൂക്കം വരെയാണ്. നമുക്ക് സെയിം റേഞ്ചിലുള്ള കുട്ടികളെ നമുക്ക് ഒന്നിച്ചൊരു ലോഡിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു 15 എണ്ണം നമ്മളൊരു 120 റേഞ്ചിലാണെങ്കിൽ ഒരു 20-30 പേര് നമുക്ക് ആ ഒരു കുട്ടികൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോഡിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ലോഡിലേക്കാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവര് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അവര് ചോദിക്കരുത് എന്തുകൊണ്ട് ഞങ്ങൾ മുന്നേ ബുക്ക് ചെയ്തു, ഞങ്ങളെ വിളിച്ചില്ല എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം നമുക്കപ്പോൾ ആദ്യം ഈ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത ആൾക്കാരെ നമ്മൾ വിളിക്കും. അവരെ പിറ്റത്തെ ലോഡിൽ നമ്മൾ വിളിക്കും. ചെറിയ ചെറിയ കാലതാമസം വരുന്നത് ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ വെയിറ്റ്, പിന്നെ ദൂരെയുള്ളവർക്ക് മാത്രമാണ് നമ്മൾ റൂട്ട് അനുസരിച്ചിട്ട്. അവരിപ്പോ നേരത്തെ ബുക്ക് ചെയ്താൽ നമുക്ക് ആ റൂട്ടിൽ വേറെ ആൾക്കാരില്ലെങ്കിൽ നമുക്ക് അവരെ വിളിച്ചവർക്ക് വണ്ടി വാടക മുതലാവില്ല. അതുകൊണ്ട് മാത്രമാണ് അവരെ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി കുഴപ്പമില്ല. കാരണം ഇത്രയും ദൂരം വരുമ്പോൾ വണ്ടിക്കൂലി മുതലാവണമെന്നുണ്ടെങ്കിൽ ഒരു ഷെയർ ചെയ്ത് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വിളിക്കാൻ ലേറ്റ് ആവും. ആ റൂട്ടിലോട്ട് വണ്ടി ആയി അല്ലേ, അങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോഴേ. ഇപ്പൊ ഈ ലോഡിൽ നമ്മൾ തിരുവനന്തപുരം, കൊല്ലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ലോഡിൽ അവർക്കാണ് മുൻഗണന കൊടുക്കുന്നത്. അപ്പൊ അവരെ നമ്മൾ ഈ ലോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അങ്ങോട്ടുള്ള ആൾക്കാരെ 2-3 കർഷകരെ കണക്ട് ചെയ്ത് അങ്ങനെ പോകും. അപ്പൊ അവർക്ക് ഒരു വണ്ടിക്കൂലി വലിയ തെറ്റില്ല, ചെറിയ മുകളിൽ പോയി. ഈ ലൈൻ നോക്കിയാൽ ഇപ്പൊ ഒരു 15 എണ്ണം നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഇത് എത്ര തൂക്കമാണ്? ഒരു 250 കിലോ ഈ ഒരു ടൈപ്പ് കുട്ടികളാണ് എല്ലാം തന്നെ. അപ്പൊ അതിനകത്ത് തൂക്കക്കുറവ് അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ തൂക്കം കുറവാണ് അല്ലേ ജി? ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇവിടെ വലുതിനെ കിട്ടും, അങ്ങോട്ട് ചെറുതിനെ അങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്.